താണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ പറക്കുന്ന ദേശാടന പക്ഷികൾ പ്രകൃതിയുടെ അത്ഭുതകരമായ എഞ്ചിനീയറിംഗിന്റെ ഉദാഹരണങ്ങളാണ്. വിശ്രമമില്ലാതെ സമുദ്രങ്ങളും മരുഭൂമികളും കടക്കാൻ ഈ കൊച്ചു പക്ഷികൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഐസയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലെ കൗതുകകരമായ വിവരങ്ങൾ ഇങ്ങനെയാണ്. പറക്കുന്ന ഉയരത്തിൽ വരുത്തുന്ന മാറ്റമാണ് ഈ പക്ഷികളുടെ പ്രധാന ആയുധം. സഹാറ മരുഭൂമി കടക്കുമ്പോൾ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ 4000 മീറ്റർ വരെ ഉയരത്തിലേക്ക് പറന്നുയരുന്നു. അവിടെയുള്ള തണുത്ത വായു ഇവയുടെ ശരീരത്തെ ചൂടാകാതെ സംരക്ഷിക്കുന്നു. എന്നാൽ ഇതേ പക്ഷികൾ സമുദ്രത്തിന് മുകളിലെത്തുമ്പോൾ ജലോപരിതലത്തിന് തൊട്ടടുത്ത്, അതായത് ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഉയരത്തിലേക്ക് പറക്കുന്നത്. പക്ഷികളുടെ തൂവലുകളുടെ നിറം പോലും അവയുടെ പറക്കലിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇരുണ്ട നിറത്തിലുള്ള തൂവലുകളുള്ള പക്ഷികൾ പകൽ സമയത്ത് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ ശ്രദ്ധിക്കുന്നു. സൂര്യപ്രകാശമേറ്റ് ശരീരം അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാനാണ് ഈ മുൻകരുതൽ. രാത്രികാലങ്ങളിൽ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന ഇവ സൂര്യോദയത്തോടെ ഉയരം കൂട്ടുന്നത് ഒരു നാച്ചുറൽ AC പോലെയാണ് പ്രവർത്തിക്കുന്നത്. സമുദ്രങ്ങൾക്ക് മുകളിലൂടെ താഴ്ന്നു പറക്കുന്നത് പക്ഷികൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നുമുണ്ട്. സമുദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ കാറ്റാടി യന്ത്രങ്ങളുമായി കൂട്ടിയിടിച്ച് നിരവധി പക്ഷികളാണ് അപകടത്തിൽപ്പെടുന്നത്. പക്ഷികളുടെ ഈ സഞ്ചാരപഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത് വഴി കാറ്റാടിപ്പാടങ്ങൾ കൂടുതൽ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്യാനും ഈ പക്ഷികളുടെ ജീവൻ സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും. അമൂർ ഫാൽക്കണുകളും സൈബീരിയൻ കൊക്കുകളും ഉൾപ്പെടെയുള്ള നിരവധി ദേശാടന പക്ഷികൾ ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യനിർമ്മിത തടസ്സങ്ങളും ഇവയുടെ യാത്രയെ ബാധിക്കുന്നുണ്ട്. പ്രകൃതിയുടെ ഈ നിഗൂഢമായ ആകാശപാതകളെ സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന് അത്യന്താപേക്ഷിതമാണ്.